ഒരു ദുർമന്ത്രവാദിനിയുടെ അധീനതയിലുള്ള ഒരു കൊടുങ്കാട്ടിൽ അപകടങ്ങൾ നിറഞ്ഞൊരു പാറക്കെട്ടിനുള്ളിൽ സ്വർണം ശേഖരിക്കാൻ തലമുറകളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. ആ ദുർമന്ത്രവാദിനി ആരാണ് സ്വർണം ശേഖരിക്കാൻ പോകുന്നത്, പോയ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു കഥയാണ് തങ്കലാൻ. ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹനൻ, പശുപതി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച് 2024 പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ ചിത്രമാണ് തങ്കലാൻ. ചിത്രത്തിന്റെ തുടക്കത്തിൽ ആനയുടെ ആകൃതിയിലുള്ള ഒരു വലിയ പാറക്കെട്ടാണ് കാണിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടമായതിനാൽ ക്ലെമന്റ് എന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആ പാറക്കെട്ടിൽ സ്വർണമുണ്ടെന്ന് മനസ്സിലാക്കി ആ സമയത്ത് ആ നാട് ഭരിച്ചിരുന്ന നാട്ടുരാജാവിനെ വന്ന് കാണുന്നു. എന്നാൽ അവിടെ പൊന്നുണ്ടെന്ന് ആളുകൾ വെറുതെ പറയുന്നതാണ്. അവിടെ വളരെ ഡേഞ്ചറാണ്. ആ മല സംരക്ഷിക്കുന്നത് ഒരു ദുർമന്ത്രവാദിനിയാണ്. അങ്ങോട്ട് പോയവരുടെയൊന്നും ശവം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് പോലും 5 പേരവിടെ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള യാത്രകൾ പോലും ഞങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണെന്നൊക്കെ രാജാവ് പറയുന്നത് കേട്ട് ക്ലെമന്റ് അവിടെ നിന്നും പോകുന്നു. അടുത്തതൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെയുള്ള ജനവിഭാഗം കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അതിലൊരു കുടുംബത്തിലെ കുടുംബനാഥനാണ് തങ്കലാൻ. ഭാര്യയും 5 മക്കളും അടങ്ങുന്നതാണ് തങ്കലാന്റെ കുടുംബം. ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും രാവിലെ കൃഷിപ്പണിക്കായി പാടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ തങ്കലാനാട്ടെ കുട്ടികളോടൊപ്പം കെട്ടിപ്പിടിച്ചു കിടന്ന് നല്ല കൂർക്കം വലിച്ച് ഉറക്കമാണ്. ഇത് കണ്ട് രാവിലെ തന്നെ എണീച്ച് ജോലിക്ക് പോകാൻ പറഞ്ഞ് ഭാര്യ വന്ന് വിളിക്കുന്നു. എന്തോ പൂർവികന്മാരുടെ സ്വപ്നമൊക്കെ കണ്ട് കിടക്കുകയാണ് തങ്കലാൻ. പെട്ടെന്ന് ഭാര്യ വന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഞെട്ടി എണീക്കുന്ന അയാൾ കത്തിയുമായി ഭാര്യയുടെ നേരെ ചാടി വീഴുന്നു. തന്റെ പൂർവികരുടെ വീരസാഹസിക കഥകൾ പറയുന്നതും ഇത്തരത്തിൽ സ്വപ്നം കണ്ടുണരുന്നതുമൊക്കെ തങ്കലാന് ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയും തങ്കലാനെ വഴക്കു പറയുന്നുണ്ട്. കൃഷിക്കാരെല്ലാം എന്തെങ്കിലും കാശിന്റെയൊക്കെ ആവശ്യം വന്നാൽ അവിടുത്തെ ജന്മിക്ക് തങ്ങളുടെ സ്ഥലം പണയം വെച്ച് കാശ് വാങ്ങും. എന്നിട്ട് തങ്ങളുടെ പറമ്പിൽ തന്നെ ജോലി ചെയ്യുകയും അതിന് കൂലി കൊടുക്കുന്നതാകട്ടെ ജന്മിയും. എന്നാൽ ആ ജന്മിയാകട്ടെ പണയം വെച്ചവരുടെയൊന്നും ഭൂമി തിരികെ നൽകാതെ അയാൾ തന്നെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ കൃഷി കുടുംബങ്ങളുടെയും ഭൂമി ഇപ്പോൾ ജന്മിയുടെ കയ്യിലാണെങ്കിലും നമ്മുടെ തങ്കലാൻ ഇതുവരെ ജന്മിക്ക് വഴിപ്പെട്ടിട്ടില്ല. അയാൾ സ്വന്തമായി കൃഷി ചെയ്ത് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു. അങ്ങനെ വിളവെടുപ്പിന്റെ സമയമാകുന്നു. എല്ലാവരും സ്വന്തം ഭൂമിയിൽ ജന്മിയുടെ വിളവെടുക്കുമ്പോൾ സ്വന്തം ഭൂമിയിൽ നിന്ന് തങ്കലാനും കുടുംബവും കൈനിറയെ വിളവെടുക്കുന്നു. വിളവെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ജന്മിയും ഭാര്യയും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭൂമിയിലേക്കാളും വിളവ് തന്റെ ഭൂമിയിലാണെന്ന് തങ്കലാൻ വളരെ അഭിമാനത്തോടെയൊക്കെ ഉറക്കെ പറയുന്നുണ്ട്. അത് ജന്മിക്ക് അത്ര പിടിക്കുന്നുമില്ല. തന്റെ അടിയാളന്മാർ തനിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതായി അയാൾ കരുതുന്നു. വിളവെടുത്ത് നേരമേറെ വൈകിയതുകൊണ്ട് തന്നെ ബാക്കിപ്പണി നാളെ ആകാമെന്ന് കരുതി തങ്കലാനും കുടുംബവും ആ പറമ്പിൽ തന്നെ കിടന്ന് ഉറങ്ങാനും തുടങ്ങും. എന്നാൽ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു കഥ പറഞ്ഞു തരാൻ തങ്കലാനോട് വന്ന് പറയുന്നു. തങ്കലാനും തന്റെ അപ്പൂപ്പന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ആനമലയുടെ അടിവാരത്തുള്ള ഒരു ആറ്റിൽ നിന്ന് സ്വർണം ശേഖരിക്കുകയാണ് തങ്കലാന്റെ അപ്പൂപ്പനും സംഘവും. അതാണ് അവരുടെ വരുമാന മാർഗവും. എന്നാൽ ഈ സമയം അതുവഴി വരുന്ന രാജാവും ഭടന്മാരും ഇവരെ കാണാനിടയാകും. ഭടന്മാർ വന്ന് കാര്യമൊക്കെ തിരക്കുമ്പോൾ തങ്ങൾ സ്വർണം ശേഖരിക്കുന്നവരാണെന്ന് തങ്കലാന്റെ അപ്പൂപ്പൻ പറയുന്നു. അപ്പോഴാണ് ആ സ്ഥലത്ത് സ്വർണമുണ്ടെന്നുള്ള കാര്യം രാജാവും അറിയുന്നത്. അതോടെ തനിക്ക് സ്വർണം വേണമെന്ന് പറഞ്ഞ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭടന്മാരെ ഉപയോഗിച്ച് ആറ്റിൽ നിന്നും സ്വർണം ശേഖരിക്കാൻ രാജാവ് ശ്രമിക്കുമെങ്കിലും അത് നടക്കുന്നില്ല. കാരണം അതിന് പ്രത്യേകം വൈദഗ്ധ്യം വേണ്ട ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭടന് പോലും ഒരു തരി പൊന്നുപോലും ലഭിക്കുന്നില്ല. ഈ സമയം രാജാവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവൻ ഒരു മയിലിനെ കാണുന്നു. അതിനു പുറകെ പോകുമ്പോൾ അത് നേരെ പറന്നു ചെന്നിരിക്കുന്നതാകട്ടെ ഒരു വലിയ സ്വർണ്ണപ്പാറയുടെ മുകളിലും. അതോടെ അയാൾ എല്ലാവരെയും വിളിച്ച് ആ കാഴ്ച കാണിക്കുന്നു. രാജാവും കൂട്ടരും സ്വർണ്ണപ്പാറയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തങ്കലാന്റെ മുതുമുത്തച്ഛൻ അവരെ തടയാൻ ശ്രമിക്കുന്നു. അവിടേക്ക് പോകരുത്, അത് പൊന്നല്ല, അവിടെ പോയി അതെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വംശം തന്നെ ഇല്ലാതാകുമെന്നൊക്കെ മുത്തച്ഛൻ പറയുന്നു. എന്നാൽ ഇതു കേൾക്കാതെ രാജാവും കൂട്ടരും ആ പാറയിൽ നിന്ന് സ്വർണമെടുക്കാനായി പോകുന്നു. എന്നാൽ ആ പാറയ്ക്ക് അടുത്തേക്ക് എത്തുമ്പോഴേക്കും കുറെ വിഷസർപ്പങ്ങൾ പാഞ്ഞു വരികയും രാജാവിനെയും കൂട്ടരെയും ആക്രമിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് വരുന്ന മുത്തച്ഛൻ എന്തോ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം പൊടി പാമ്പുകൾക്ക് നേരെ പ്രയോഗിക്കും. അതോടെ പാമ്പുകളെല്ലാം അവിടെ നിന്നും പിൻവാങ്ങുന്നു. എന്നിട്ട് വീണ്ടും അവര് സ്വർണം കൈക്കലാക്കാൻ ശ്രമിക്കുമെങ്കിലും ഒരു ദുർമന്ത്രവാദിനിയെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നേരെ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. മുത്തച്ഛൻ അവർക്ക് ആദ്യമേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണെന്ന് മുത്തച്ഛനെന്ന് മനസ്സിലാക്കുന്ന രാജാവ് എങ്ങനെയെങ്കിലും ആ സ്വർണം എടുത്ത് തരാമോ എന്ന് മുത്തച്ഛനോട് ചോദിക്കുന്നു.
സ്വർണം എടുത്തു തരാം, പകരം തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഭൂമി തിരികെ നൽകിയാൽ മതിയെന്ന് പറയുന്നു. രാജാവും അത് സമ്മതിക്കും. ശേഷം മന്ത്രവാദിനിയും മുത്തച്ഛനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് നടക്കുന്നതെങ്കിലും ദുർമന്ത്രവാദിനിയെ മുത്തച്ഛൻ പിടിച്ചുകെട്ടുന്നു. അതോടെ രാജാവും കൂട്ടരും ഓടിപ്പോയി പാറയിൽ നിന്ന് സ്വർണമെടുക്കുമെങ്കിലും അത് സ്വർണമായിരുന്നില്ല, മറിച്ച് സ്വർണം പൂശിയ വെറും കല്ലും മണ്ണും മാത്രമായിരുന്നു. അതോടെ കല്ല് കയറിയ രാജാവ് മുത്തച്ഛനോട് വന്ന് ദേഷ്യപ്പെടുന്നു. ഈ സമയം രാജാവിന്റെ കൂടെയുണ്ടായിരുന്ന ഒരുവൻ വന്ന് അവിടെയുണ്ടായിരുന്ന ഒരു പ്രതിമ രാജാവിന് കാണിച്ചു കൊടുത്തിട്ട് ഈ പ്രതിമ ആ മന്ത്രവാദിനിയുടെ കുലദൈവമാണെന്നും അത് പൊട്ടിച്ചു കളഞ്ഞാൽ അവൾ ശരിക്കും സ്വർണം എവിടെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞ് രാജാവിനെ എരികേറ്റുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി രാജാവും ഒറ്റവെട്ടിന് ആ പ്രതിമയുടെ തല വെട്ടിമാറ്റും. അത് കാണുന്നതും കലി കയറുന്ന ആ ദുർമന്ത്രവാദിനി ഒരു പ്രത്യേക ശബ്ദത്തിൽ ഉച്ചത്തിൽ അലറാൻ തുടങ്ങുന്നു. ആ ശബ്ദം താങ്ങാനാവാതെ പലരും മരിച്ചു വീഴാനും തുടങ്ങും. എന്നാൽ ആ രാജാവും മുത്തച്ഛനും അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം ആ സ്ത്രീയും മുത്തച്ഛനും ഘോരയുദ്ധം നടത്തുന്നു. യുദ്ധത്തിനിടെ സ്ത്രീയുടെ വയറ്റിൽ മുത്തച്ഛന്റെ വാളാൽ ആഴത്തിലുള്ള ഒരു മുറിവേൽക്കുന്നു. അതോടെ അവരുടെ വയറ്റിൽ നിന്നും പുഴ പോലെ രക്തം ചീറ്റിയൊഴുകാൻ തുടങ്ങും. ശേഷം ആ രക്തം വീണ സ്ഥലം മുഴുവൻ സ്വർണമായി മാറുന്നു. ഇത് കാണുന്ന രാജാവ് അതീവ സന്തോഷവാനാകും. ശേഷം കാണിക്കുന്നത് പ്രസന്റ് ആണ്. അങ്ങനെ തങ്കലാൻ കുട്ടികളോട് മുത്തച്ഛന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ കഥകളെല്ലാം തന്നെ പലപ്പോഴായി തങ്കലാൻ തന്റെ സ്വപ്നത്തിൽ കണ്ടവയാണ്. അങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും തങ്കലാൻ കൊയ്തു വെച്ചിരുന്ന നെല്ലും വയലുമെല്ലാം ആരോ തീ വെച്ച് നശിപ്പിക്കുന്നു. തീയണയ്ക്കാൻ തങ്കലാനും കുടുംബവും എല്ലാവരും ശ്രമിക്കുന്നെങ്കിലും എല്ലാം കത്തി നശിച്ചു പോകുന്നു. അങ്ങനെ തങ്കലാൻ എല്ലാം നശിച്ചവനായി മാറുന്നു. അതുകൊണ്ട് തന്നെ ജന്മിക്കടയ്ക്കേണ്ട കരവും ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ട കരവും അടയ്ക്കാൻ തങ്കലാന് മാർഗമില്ലാതെയാകും. തങ്കലാൻ ഈ അവസ്ഥയിലെത്തിക്കാൻ ജന്മി തന്നെയാണ് ആളെ വിട്ട് തങ്കലാന്റെ നെൽവയലെല്ലാം കത്തിക്കുന്നത്. അങ്ങനെ തങ്കലാനും കുടുംബവും മറ്റുള്ളവരെ പോലെ ജന്മിയുടെ അടിമകളായി മാറുന്നു. ഈ സമയത്ത് നമ്മുടെ ക്ലെമന്റ് അവരുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. ശേഷം ഗ്രാമവാസികളെയെല്ലാം വിളിച്ചുകൂട്ടും. ഗ്രാമവാസികളുടെ പൂർവികർ സ്വർണം അരിച്ചെടുക്കുന്നവരായിരുന്നല്ലോ. ടിപ്പു സുൽത്താനും ചോളരാജാവിനുൾപ്പെടെ പലർക്കും ആനമലയിൽ നിന്ന് സ്വർണമെടുത്ത് അവർ കൊടുത്തിട്ടുമുണ്ട്. ഈ കഥകളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളും എന്നോടൊപ്പം വരണം, എനിക്കും സ്വർണം എടുത്തു തരണം എന്നൊക്കെ ക്ലെമന്റ് ഗ്രാമവാസികളോട് പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ഗ്രാമവാസികൾ പേടിച്ച് നാലു വഴിക്കും പിരിഞ്ഞോടും. സ്വർണമെടുക്കാൻ പോകുന്നത് വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. എന്നാൽ തങ്കലാൻ ക്ലെമന്റിനൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. തങ്കലാനിൽ വിശ്വാസമുണ്ടായിരുന്ന ചില ഗ്രാമവാസികളും തങ്കലാനൊപ്പം സ്വർണം ശേഖരിക്കാനായി പോകുന്നു. അവരങ്ങനെ സ്വർണം തേടി യാത്ര തിരിക്കും. ഈ സമയം തങ്കലാന്റെ തലയിലിരുന്ന് പോകേണ്ട വഴി ആരോ നിർദ്ദേശിക്കും പോലെ തങ്കലാന് തോന്നുന്നു. തങ്കലാന്റെ കൂടെ മകൻ അശോകനും സ്വർണമെടുക്കാൻ കൂടിയിട്ടുണ്ട്. അവരങ്ങനെ യാത്ര ചെയ്ത് ഒരു വലിയ ആറിനടുത്തേക്ക് എത്തുന്നു. അത് കടന്നാൽ മാത്രമേ സംഘത്തിന് ആനമലയിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ആനമലയിലാണ് സ്വർണമുണ്ടായിരുന്നത്. കൂട്ടമായി അവരങ്ങനെ ആറുമുറിച്ച് കടക്കവേ ഒരു ദുർമന്ത്രവാദിനി വെള്ളത്തിനുള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് തങ്കലാന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നതായി അവന് തോന്നുന്നു. മുളങ്കമ്പിൽ പിടിച്ച് മുന്നോട്ടു പോവുകയായിരുന്ന സംഘത്തിൽ നിന്ന് തങ്കലാൻ പെട്ടെന്ന് വെള്ളത്തിനുള്ളിലേക്ക് വീണുപോകുന്നു. അങ്ങനെ എല്ലാവരുടെയും നിയന്ത്രണം തെറ്റി എല്ലാവരും പല വഴിക്കായി ഒഴുകിപ്പോകാൻ തുടങ്ങും. വെള്ളത്തിലേക്ക് വീഴുന്ന തങ്കലാന്റെ കാല് മന്ത്രവാദിനി പിടിച്ചു വലിച്ച് രണ്ട് പാറകൾക്കിടയിലേക്ക് കുടുക്കിവെക്കും. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തങ്കലാന്റെ ബോധം മറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഗ്രാമവാസിയായ ഒരു പൂജാരി വന്ന് തങ്കലാനെ രക്ഷപ്പെടുത്തുന്നു. എങ്ങനെയൊക്കെയോ എല്ലാവരും ഒരുവിധം രക്ഷപ്പെടും. ശേഷമുള്ള തങ്കലാന്റെ പെരുമാറ്റം തികച്ചും രാജാവിന് സ്വർണം എടുത്തു കൊടുത്ത അവന്റെ മുത്തച്ഛനെ പോലെ തന്നെയായിരുന്നു. ക്ലെമന്റിന്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പനുസരിച്ച് അവരൊരു പ്രത്യേക സ്ഥലത്തെത്തി കുഴിച്ചു നോക്കുമെങ്കിലും അവർക്ക് സ്വർണത്തിന്റെ ഒരു തരി പോലും ലഭിക്കുന്നില്ല. ദിവസങ്ങളോളം അവരെല്ലാവരും അവിടൊക്കെ കുഴിച്ചു നോക്കുമെങ്കിലും സ്വർണം കിട്ടുന്നില്ല. ഈ സമയത്തെല്ലാം തങ്കലാൻ ആനമല കാട്ടിക്കൊടുത്ത് അവിടെയാണ് സ്വർണമുള്ളതെന്ന് പറയുന്നെങ്കിലും അവരാരും അത് മൈൻഡാക്കുന്നില്ല. തങ്കലാന്റെ വാക്ക് കേൾക്കാതെ അവരങ്ങനെ ഓരോ ഇടത്തും സ്വർണം തപ്പി നടക്കുന്നതിനിടയിൽ കുളം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രതിമയുടെ തല അവർക്ക് ലഭിക്കും. അത് പണ്ട് തങ്കലാന്റെ മുത്തച്ഛന്റെ കഥയിലെ രാജാവ് വെട്ടിയെറിഞ്ഞ പ്രതിമയുടെ തലയായിരുന്നു. അതോടെ തന്റെ സ്വപ്നങ്ങൾ സത്യമായിരുന്നുവെന്ന് തങ്കലാന് മനസ്സിലാകുന്നു. ഇത്രയും തപ്പിയിട്ടും സ്വർണം കിട്ടാത്തതുകൊണ്ട് തന്നെ നിരാശനാകുന്ന ക്ലെമന്റ് തങ്കലാൻ പറഞ്ഞുകൊടുത്ത വഴി തെരഞ്ഞെടുക്കാനായി തീരുമാനിക്കുന്നു. അതല്ലാതെ വേറെ വഴിയൊന്നും അയാളുടെ മുന്നിൽ ഇല്ലായിരുന്നു. അവരങ്ങനെ ആനമലയിലേക്ക് യാത്ര തിരിക്കുന്നു. പെട്ടെന്ന് ഒരു കരിമ്പുലി അവരെ ആക്രമിക്കാനായി ചാടി വീഴുന്നു. തങ്കലാനും കരിമ്പുലിയും ഭയങ്കരമായ പോരാട്ടം നടത്തുന്നു. ഒടുവിൽ കരിമ്പുലി ചത്തുപോവുകയും ചെയ്യും. അതിനിടയിൽ അശോകൻ അവിടെ അടുത്ത് തലയില്ലാത്ത ഒരു പ്രതിമ കാണുന്നു. തങ്ങളുടെ കയ്യിലെ പ്രതിമയുടെ തല
ആ പ്രതിമയിൽ ചേർത്ത് വയ്ക്കുമ്പോഴേക്കും അന്തരീക്ഷത്തിന്റെ മട്ടാകെ മാറുന്നു. മന്ത്രവാദിനി പുതിയൊരു വേഷത്തിൽ അവിടേക്ക് വരികയും തങ്കലാനുമായി യുദ്ധം നടത്തുകയും ചെയ്യുന്നു. തങ്കലാൻ ശരിക്കും മുത്തച്ഛനെ പോലെ തന്നെയാണ് മന്ത്രവാദിനിയുമായി പോരാടുന്നത്. തങ്കലാന്റെ കയ്യിലേക്ക് എപ്പോഴോ അബദ്ധത്തിൽ ക്ലെമന്റിന്റെ തോക്ക് ലഭിക്കുന്നുണ്ട്. അത് വെച്ച് വെടിവെക്കുമ്പോൾ വെടി മന്ത്രവാദിനിയുടെ ശരീരത്തിലും കൊള്ളുന്നു. അപ്പോഴേക്കും തങ്കലാൻ ഉൾപ്പെടെ എല്ലാവരും ബോധം പോയി വീഴുന്നു. ബോധം വന്നുണരുന്ന തങ്കലാനും ക്ലെമന്റും മറ്റുള്ളവരും കാണുന്നത് നിലത്ത് വീണുകിടക്കുന്ന പ്രതിമയുടെ ഒരു സൈഡിൽ സ്വർണത്തിന്റെ അംശമിരിക്കുന്നതാണ്. അതോടെ അവിടെ സ്വർണമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ ക്ലെമന്റും കൂട്ടരും ആ സ്വർണം സംസ്കരിച്ചെടുക്കും. അതോടെ ക്ലെമന്റിന് ഒരുപാട് സന്തോഷമാകുന്നു. അയാൾ നേരെ വന്ന് തങ്കലാന് തന്റെ ഒരു ഡ്രസ് നൽകിയിട്ട്, നീ കാരണമാണ് എനിക്ക് സ്വർണം ലഭിച്ചത്. നമുക്ക് ഒരുമിച്ച് നിന്ന് ചരിത്രം സൃഷ്ടിക്കാം. ഇനി നിന്നെയും നിന്റെ ആളുകളെയും ഞാൻ അടിമകളായി കാണില്ല. ഇനിയും കൂടുതൽ സ്വർണം നമുക്കെടുക്കണം. കിട്ടുന്നതിൽ ഒരു പങ്ക് സ്വർണം ഞാൻ നിനക്കും നിന്റെ ആളുകൾക്കും തരാം. നീ നാട്ടിൽ പോയി കൂടുതൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ ക്ലെമന്റ് തങ്കലാനോട് പറയും. ഇതൊക്കെ കേൾക്കുന്ന തങ്കലാനും ഒരുപാട് സന്തോഷമാകുന്നു. ക്ലെമന്റിന്റെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കുതിരപ്പുറത്ത് വളരെ പ്രൗഢിയോടെ വരുന്ന തങ്കലാനെ ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. എന്നാൽ അവിടേക്ക് വരുന്ന ജന്മിക്ക് തങ്കലാനെ കാണുന്നതും അവന്റെ മട്ടും ഭാവവും ഒന്നും പിടിക്കുന്നില്ല. ജന്മിയും കൂട്ടാളികളും തങ്കലാനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ക്ലെമന്റിന്റെ തോക്ക് കൈവശമുണ്ടായിരുന്ന തങ്കലാൻ അത് കാണിച്ച് അവരെയൊക്കെ പേടിപ്പിക്കുന്നു. ജന്മിക്ക് കൊടുക്കാനുണ്ടായിരുന്നതിൽ നിന്നും അധികം തുക അങ്ങോട്ട് കൊടുത്ത് തങ്കലാൻ തന്റെ പുരയിടത്തിന്റെ രേഖകളൊക്കെ ജന്മിയിൽ നിന്നും തിരിച്ചു പിടിക്കുന്നു. ശേഷം സ്വർണം ശേഖരിക്കാൻ പോയ തങ്കലാന്റെ വിശേഷങ്ങൾ അറിയാൻ തന്റെ കുടിലിലേക്ക് വരുന്ന എല്ലാവർക്കും തങ്കലാൻ മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നൽകി സ്വീകരിക്കും. തന്റെ കൂടെ വന്നാൽ എല്ലാവർക്കും ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നൊക്കെ തങ്കലാൻ ഗ്രാമവാസികളോട് പറയുന്നു. സ്വർണം ശേഖരിക്കാൻ നിങ്ങളും എൻ്റെ കൂടെ വന്നാൽ ക്ലെമന്റ് എല്ലാവർക്കും ഭക്ഷണവും കൂലിയും ഒക്കെ നൽകും. അതിനെല്ലാം പുറമെ കിട്ടുന്നതിൽ പകുതി സ്വർണവും തരാമെന്ന് ക്ലെമന്റ് പറഞ്ഞിട്ടുള്ളതായി തങ്കലാൻ എല്ലാവരോടും പറയും. അതൊക്കെ കേൾക്കുന്ന ഗ്രാമവാസികളും തങ്കലാനോടൊപ്പം തന്നെ സ്വർണം ശേഖരിക്കാൻ പോകാനായി തയ്യാറാകുന്നു. അങ്ങനെ ഒരു ഗ്രാമം ഒന്നാകെ തങ്കലാനോടൊപ്പം അവന്റെ വാക്കു വിശ്വസിച്ച് സ്വർണമെടുക്കാനായി കാട്ടിലേക്ക് വരും. എന്നാൽ കാട്ടിലേക്ക് തിരികെ വരുന്ന തങ്കലാനെയും കൂട്ടരെയും കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. തങ്കലാൻ ഗ്രാമത്തിൽ പോയ സമയവും ക്ലെമന്റിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. തങ്കലാൻ ഗ്രാമത്തിലേക്ക് പോയതിനു ശേഷം കാര്യങ്ങളെല്ലാം അവിടെ മാറി മറിഞ്ഞിരുന്നു. സ്വർണഖനനം നടക്കുന്നിടത്തേക്ക് ക്ലെമന്റ് കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊണ്ടുവരുന്നു. മന്ത്രവാദിനിക്ക് കൂട്ടാളികളായി ഒരു പ്രത്യേകം ഗോത്രവിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറിയ പട്ടാളക്കാർ ഗ്രാമത്തിലുള്ളവരെ എല്ലാം വെടിവെച്ചു കൊല്ലുന്നു. അതിൽ ഒരാളെ മാത്രം അവർക്ക് ജീവനോടെ കിട്ടുന്നു. അയാളെ ബ്രിട്ടീഷുകാര് ബന്ധനത്തിലാക്കുന്നു. എന്നാൽ അയാൾ സംസാരിക്കുന്നതിനു പകരം ഒരു പ്രത്യേക ശബ്ദത്തിൽ ഇങ്ങനെ ഉറക്കെ കൂവിക്കൊണ്ടേയിരിക്കും. അയാളുടെ കൂവൽ കേട്ട് മാനസിക നില തെറ്റിയ പോലെയാകുന്ന അശോകനെ പട്ടാളക്കാർ വല്ലാതെ ഉപദ്രവിക്കുകയും കൈയും കാലും കെട്ടിയിടുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കേൾക്കുന്ന തങ്കലാനാകട്ടെ ഓടിവന്ന് മകനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ തങ്കലാനെയും ഉപദ്രവിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് വരുന്ന ക്ലെമന്റ് തങ്കലാനോട് സംഭവിച്ചു പോയതിലൊക്കെ ക്ഷമ ചോദിക്കുകയും എല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നുവെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം തങ്കലാനും തങ്കലാന്റെ കൂടെ വന്നവർക്കുമൊക്കെ തങ്ങാനും വേണ്ട സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കാൻ ക്ലെമന്റ് തയ്യാറാകും. ശേഷം എല്ലാവരും ഉത്സാഹത്തോടെ സ്വർണം കുഴിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ സ്വർണം കുഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലൊക്കെ തങ്കലാന്റെ മൈൻഡിലേക്ക് പഴയ മന്ത്രവാദിനിയുടെ രൂപം വന്ന് ഇവിടം വിട്ടു പോകണം, ഇവിടെ നിൽക്കുന്നത് നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും അപകടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തങ്കലാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ആരതി ആരതി എന്നൊരു പേര് മാത്രം തങ്കലാൻ തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്. സ്വർണ്ണഖനനം മുന്നോട്ടു പോകവേ ഒരു പ്രത്യേക പാറയുടെ അടുത്തേക്ക് ഗ്രാമവാസികൾ ഖനനം നടത്തിയെത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിറയെ വിഷപ്പാമ്പുകൾ വരികയും പലരും അതിന്റെ കടിയേറ്റ് മരണപ്പെടുകയും ചെയ്യുന്നു. കൂട്ടത്തിൽ തങ്കലാന്റെ ഒരു മകളും മരണപ്പെടുന്നു. എങ്കിലും തങ്കലാനും കൂട്ടരും പിന്മാറാത്തതുകൊണ്ട് തന്നെ മന്ത്രവാദിനിയുടെ രൂപം വീണ്ടും മൈൻഡിൽ വന്ന് തങ്കലാനോട് നീതി ചെയ്യാൻ പാടില്ല, നീ എന്നോടൊപ്പം നിൽക്കേണ്ടവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും തങ്കലാൻ സ്വപ്നത്തിൽ കണ്ടതിന്റെ ആവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും സ്വർണമെടുക്കാൻ തീരുമാനിക്കുന്ന തങ്കലാൻ ആ പാറ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അതിനായി പാറയുടെ ചുറ്റും തീയിട്ട് പാറ ദുർബലപ്പെടുത്തിയ ശേഷം അത് പൊട്ടിക്കാൻ ശ്രമിക്കും. പെട്ടെന്നാണ് പാറയ്ക്കുള്ളിലേക്ക് ഒരു തുരങ്കം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. തുരങ്കത്തിനുള്ളിലൂടെ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ സ്വർണ്ണപ്പാറ അവർക്ക് മുന്നിൽ ദൃശ്യമാകും. അതോടെ തങ്ങളുടെ ഉദ്യമം വിജയിച്ചെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും കിട്ടാവുന്നത്ര സ്വർണ്ണപ്പാറയുമായി രക്ഷപ്പെടാനായി തുരങ്കത്തിന് വെളിയിലേക്ക് വരുന്നു. എന്നാൽ ക്ലെമന്റും കൂട്ടരും തുരങ്കത്തിന് വെളിയിൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വർണവുമായി വെളിയിലേക്ക് വന്ന ഗ്രാമവാസികളോട് അത് തന്റെ സ്വർണ്ണമാണ് ണെന്ന് പറഞ്ഞ് ക്ലെമന്റ് സ്വർണം തട്ടിപ്പറിക്കാനായി ശ്രമിക്കുന്നു. ഇല്ല, ഇത് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ സ്വർണമാണെന്നൊക്കെ ഗ്രാമവാസികളും തർക്കിക്കുന്നു.
അതോടെ ഗ്രാമവാസികളിൽ പലരെയും ക്ലെമന്റ് വെടിവെച്ചു കൊല്ലുന്നു. ഈ സമയം അവിടേക്ക് വരുന്ന തങ്കലാൻ അത് ശരിക്കുള്ള സ്വർണമല്ലെന്നും സ്വർണം പോലുള്ള മണ്ണാണെന്നും മന്ത്രവാദിനി നമ്മളെ പറ്റിച്ചതാണെന്നുമൊക്കെ പറയുന്നത് കേട്ട് കലിമൂക്കുന്ന ക്ലെമന്റ് തങ്കലാനെയും കൂട്ടരെയും ക്രൂരമായി ഉപദ്രവിക്കാനായി തുടങ്ങും. അപ്പോഴേക്കും അവിടേക്ക് ഒരു പുതിയ ഗ്രൂപ്പ് എത്തുന്നുണ്ട്. അത് നമ്മുടെ മന്ത്രവാദിനിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഗോത്രവർഗ്ഗക്കാരുമായിരുന്നു. പിന്നെ പോരാട്ടം തങ്കലാന്റെ കൂട്ടരും ക്ലെമന്റിന്റെ കൂട്ടരും മന്ത്രവാദിനിയുടെ കൂട്ടരും തമ്മിലാകുന്നു. മന്ത്രവാദിനി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. അവര് കാലാകാലങ്ങളായി, അതായത് തലമുറകളായി സ്വർണത്തിന് കാവൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. ആ സ്ത്രീ സ്വർണത്തിന് കാവൽ നിൽക്കുന്നത് പോലെ തന്നെ തങ്കലാനും തങ്കലാന്റെ പല തലമുറകളും സ്വർണമെടുക്കാനായുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തങ്കലാന്റെ മുൻ തലമുറക്കാർക്ക് പലതരത്തിലുള്ള അമാനുഷികമായ കഴിവുകളുമുണ്ടായിരുന്നു. ഈ കഴിവുകളൊക്കെ തന്നെ മന്ത്രവാദിനിയുമായി പോരാടുന്നതിനിടയിൽ തങ്കലാനും പലപ്പോഴായി ലഭിക്കുന്നുണ്ട്. അങ്ങനെ പോരാട്ടം നടക്കുന്നതിനിടയിൽ അടികൊണ്ടു വീഴുന്ന തങ്കലാന് ചില ഓർമ്മകൾ വരുന്നുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ നടന്ന ചില സംഭവങ്ങളായിരുന്നു അത്. അത്യാഗ്രഹവുമായി സ്വർണം മോഷ്ടിക്കാൻ വരുന്നവരിൽ നിന്ന് സ്വർണം സംരക്ഷിക്കേണ്ട ചുമതല ആരൻ ആരതി ദമ്പതികൾക്കും അവരുടെ കുട്ടികൾക്കുമായിരുന്നു. ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളായിരുന്നു അവര്. കരിമ്പുലി വരെ അവരുടെ സുഹൃത്തായിരുന്നു. ശരിക്കും ഈ ആരൻ തങ്കലാന്റെ മുൻ തലമുറയിൽപ്പെട്ട ആളാണ്. അങ്ങനെ കാലാകാലങ്ങളായി പൊന്ന് സംരക്ഷിച്ചു വരുന്നതിനിടയിൽ ഒരിക്കൽ സ്വർണം കക്കാൻ വന്ന ഒരു കൂട്ടർക്ക് മുന്നിൽ ആരൻ അടിയറവ് പറയുന്നു. ആരനെ അവര് അടിമകളാക്കി നാട്ടിലേക്ക് കൊണ്ടുവരികയും ആരന്റെ പിൻതലമുറക്കാരെയെല്ലാം അവര് സ്വർണം ശേഖരിക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. കുലവും കുടുംബവും മണ്ണും എല്ലാം മറന്നുപോകുന്ന ആരന്റെ പിൻതലമുറയിൽപ്പെട്ട ആളായിരുന്നു തങ്കലാനും. ഇതെല്ലാം ഓർമ്മ വരുന്നതോടെ ആരതിയെ ഉപദ്രവിക്കാൻ വരുന്ന ക്ലെമന്റിനെയും തങ്കലാൻ ഉപദ്രവിക്കുന്നു. എങ്കിലും ക്ലെമന്റിന്റെ വെട്ടേറ്റ് ആരതിയുടെ വയറ്റിൽ മുറിവേൽക്കുകയും രക്തം പുറത്തേക്ക് പുഴ പോലെ ഒഴുകുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ആരൻ ക്ലെമന്റിനെ കൊല്ലും. ശേഷം ആരതിയോട് വന്ന് എല്ലാ കാര്യവും ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുന്നു. സ്വർണവും ഭൂമിയും സംരക്ഷിക്കേണ്ടവൻ പറ്റിക്കപ്പെട്ട് ഇത്രയും കാലവും മണ്ണും കുലവും കടമയുമൊക്കെ മറന്ന് സ്വർണമെടുത്തു കൊടുക്കേണ്ടി വന്നതിൽ തങ്കലാനും വല്ലാതെ സങ്കടമുണ്ടായിരുന്നു. സ്വർണം സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണെന്നതുപോലെ തന്നെ വിശ്വസിച്ചു വന്ന ഗ്രാമവാസികൾക്ക് സ്വർണം ലഭിച്ചേ മതിയാകൂ, അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലാണെന്നൊക്കെ ആരതിയോട് തങ്കലാൻ കേണപേക്ഷിച്ച് പറയുന്നു. ഇതെല്ലാം കേട്ട് മനസ്സലിയുന്ന ആരതിയും സ്വർണമെടുക്കാൻ തങ്കലാന് അനുവാദം കൊടുക്കുന്നു. അതോടെ തങ്കലാനും നേരെ പോയി കുറച്ച് സ്വർണമെടുത്ത് ഗ്രാമവാസികൾക്കായി നൽകുന്നു. ആ സ്വർണം ലഭിക്കുന്നതോടെ തങ്കലാനൊപ്പം തന്നെ ആ സ്വർണവും സ്ഥലവുമൊക്കെ സംരക്ഷിക്കാൻ ഗ്രാമവാസികളും തയ്യാറാകും. ഇനി ആരൊക്കെ തന്നെ വന്നാലും ആ പൊന്നും ഭൂമിയും സംരക്ഷിക്കാൻ തങ്കലാനൊപ്പം ഞങ്ങളുമുണ്ടെന്ന ഭാവത്തിൽ സ്വർണ സംരക്ഷണത്തിനായി നിൽക്കുന്ന തങ്കലാനെയും കൂട്ടരെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.